പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ആയിരിക്കുന്നത് നമുക്കറിയാം. ഇന്നലെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. ചില സഭകളിൽ, സിറോ മലബാർ സഭയിലൊക്കെ അത് ഇന്നാണ് ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന് എപ്പിഫനി എന്ന ഇംഗ്ലീഷിലും അതുപോലെ തന്നെ സിറോ മലബാറിൽ അറിയപ്പെടുന്നത് ദഹന തിരുനാൾ എന്നാണ്. ദനഹ തിരുനാൾ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവപുത്രൻ തന്നെ തന്നെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ച കാലം, അതായത് കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളിന് ശേഷമുള്ള ഒരാഴ്ചയായിട്ടാണ് തിരുസഭ ഇതിനെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് തിരുസഭയിൽ നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ വചനം ഒക്കെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകപ്പെടുന്നതും ഇപ്രകാരമാണ്. ഈ ഒരാഴ്ചത്തോളം കാലം സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവപുത്രൻ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്ന സുവിശേഷ വാക്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ തന്നെ യേശുനാഥൻ വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും അത് അങ്ങനെ ആയിരിക്കും തന്നെ താനും. ഓക്കെ, ഇനി ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് തനിക്ക് വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശുനാഥൻ തൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഇനി എങ്ങനെയാണ് കടന്നു വരുന്നത്? അദ്ദേഹം യേശുനാഥൻ കഫർനാമിലേക്ക് കടന്നു ചെല്ലുകയാണ്. നമുക്കറിയാം, വിശുദ്ധ നാട് സന്ദർശിച്ചവർക്കൊക്കെ അറിയാം, കഫർനാം എന്ന ആ നാട്ടില്, ആ നഗരത്തില് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടതുവശത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെ ഒരു ബോർഡ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, കർത്താവിൻ്റെ നഗരമെന്ന്, സിറ്റി ഓഫ് ഗോഡ് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുനാഥൻ കഫർനാമിൽ ചെന്നുകൊണ്ട് ചെയ്ത രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അവൻ എന്തുകൊണ്ട് അവിടെ ചെന്നു എന്നും ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. യേശയ്യാ പ്രവാചകൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വിജാതിയരുടെ ഇടയിലേക്ക് ഒരു പ്രകാശ ദീപം ഉദയം ചെയ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തിയാക്കുവാനായിട്ടാണ് അവൻ കഫർനാമിൽ ചെന്നത് എന്ന്. ഇനി അവിടെ ചെന്നുകൊണ്ട് അവൻ പഠിപ്പിക്കുകയാണ്, സുവിശേഷം പ്രഘോഷിക്കുകയാണ് എന്ന്. അപ്പോൾ അവിടെ ചെന്നുകൊണ്ട് യേശുനാഥൻ ആദ്യം ചെയ്തത് സുവിശേഷം പഠിപ്പിക്കുകയാണ്, പഠനമാണ്. ഇനി മറ്റൊരു കാര്യം അവൻ ചെയ്തതായിട്ട് കാണുന്നത് സൗഖ്യം നൽകുന്നതായിട്ടാണ് കാണുന്നത്. സൗഖ്യത്തിലൂടെ ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാളിന് ഉടനെ ശേഷം തന്നെ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ്റെ ഓഫീസ് എന്താണ്? രണ്ട് രീതിയിലാണ്. ഒന്ന് പഠനം, രണ്ട് സൗഖ്യം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഫർനാമിൽ അവൻ ചെന്നുകൊണ്ട് ജനങ്ങളെ സുവിശേഷം പഠിപ്പിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നു. കർത്താവ് തൻ്റെ നഗരത്തിൽ ചെന്നുകൊണ്ട് അവൻ ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും മഹത്വപ്പെടുത്തുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെയും ഒപ്പം തന്നെ പഠിപ്പിക്കുന്നതും സൗഖ്യം നൽകുന്നതും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, തിരുസഭകളിൽ സാധാരണയായിട്ട് പ്രാചീന കാലം മുതലേ കണ്ടുവരുന്ന രണ്ട് ഗുണങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് കർമ്മക്ഷേത്രമാണ്. തിരുസഭയുടെ രണ്ട് കർമ്മക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? ആദരാലയങ്ങളും വിദ്യാലയങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് മിഷൻ പ്രവർത്തനത്തിൻ്റെ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് വിദ്യാലയങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. യേശുനാഥനും കഫർനാമിൽ ചെന്നുകൊണ്ട് പ്രവർത്തിച്ച ഇതേ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇന്നും തിരുസഭയിൽ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വർഗരാജ്യത്തിൻ്റെ പഠനം എന്ന് പറയുന്നത്,
സ്വർഗരാജ്യത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയുന്നത് കൗദാശിക ജീവിതത്തോടൊപ്പം കുദാശ ജീവിതത്തോടൊപ്പം തന്നെ കർത്താവ് ചെയ്തതും പഠിപ്പിച്ചതും അനുസരിച്ച് മറ്റുള്ളവരെ ജ്ഞാനത്തിലേക്ക്, വിവേകത്തിലേക്ക്, അറിവിൻ്റെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ആലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ആയതിനാലാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് തിരുസഭയിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, IMS ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം, IMS ധ്യാനഭവനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ട് ദൈവ ആരാധനയിലൂടെ നമ്മളെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകളെയും വരദാനങ്ങളെയും ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിനെ പ്രതി ദൈവത്തിന് നന്ദിയും ആരാധനയും സ്തുതിയും കീർത്തനങ്ങളും സ്തുതിപ്പും നമ്മൾ നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ IMS ധ്യാനഭവൻ്റെ കീഴിൽ 3 അനാഥാലയങ്ങളുണ്ട്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അവിടെ എന്താണ്, യേശുനാഥൻ അന്ന് കഫർനാമിൽ പ്രവർത്തിച്ച അതേ പഠനം ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുമ്പോൾ, സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ ദൈവം പ്രവർത്തിച്ച അതേ പ്രവർത്തനം എന്താണ്, അതായത് സൗഖ്യത്തിൻ്റെ നിഴലിലേക്ക് കടന്നു വരുവാനായിട്ട്, സൗഖ്യത്തിലൂടെ ആശ്വാസം നൽകുവാനായിട്ട് ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് IMSൽ മാത്രമല്ല, തിരുസഭയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശുനാഥൻ തൻ്റെ പ്രതീക്ഷീകരണ തിരുനാളിന് ഉടനെ ശേഷം യേശുനാഥൻ ഇതേ പ്രവർത്തനമാണ് ചെയ്തതെങ്കിൽ പഠനത്തോടൊപ്പം, സുവിശേഷവൽക്കരണത്തോടൊപ്പം, സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം രോഗികൾക്ക് സൗഖ്യം നൽകിയ ആ സൗഖ്യം, ദൈവികമായിട്ടുള്ള ആ സൗഖ്യവും ആശ്വാസവും ദൈവനാമത്തിൽ നാം ഓരോരുത്തരും ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മീയതയിൽ നിന്നും ഒരു തെല്ലും അകന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, മറിച്ചോ അവനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഓർക്കുകയാണ്, യേശുനാഥൻ പറയുകയാണ്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മാനദണ്ഡമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? എനിക്ക് വിശന്നു, നീ ആഹാരം തന്നോ? ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ? അതുപോലെ എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ? എന്നൊക്കെയാണ് യേശുനാഥൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ആത്മാക്കളോടും ചോദിക്കുന്നതെന്ന് സുവിശേഷത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത്, നീ നിന്റെ കുടുംബത്തിൽ തന്നെ മക്കളെ നേരായ വഴിയിലേക്കാണോ നീ നയിക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്? ഇനി ആ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല നന്മ ചെയ്യുവാനായിട്ട്, അതായത് സ്വർഗത്തിന് അവകാശിയാകുവാനായിട്ട് ദാനധർമ്മങ്ങളിലേക്ക്, അതുപോലെ തന്നെ രോഗികളെ ആശ്വസിപ്പിക്കുവാനായിട്ട്, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം നൽകുവാനായിട്ട്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുവാനായിട്ടുള്ള ആ വലിയൊരു ആത്മീയതയിലൂടെയാണോ നീ നിന്റെ മക്കളെ നയിക്കുന്നത് എന്നുകൂടി ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ടുള്ള വലിയ ചോദ്യചിഹ്നം തന്നെയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും ആദ്യം അനാഥാലയങ്ങളിലോ ആതുരാലയങ്ങളിലോ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ അല്ല, ഇത് തുടക്കമിടേണ്ടത് നമ്മുടെ ഭവനത്തിൽ തന്നെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളോടാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. യേശു പഠിപ്പിച്ച അതേ പഠനം, കഫർനാമിൽ ചെന്നുകൊണ്ട് പഠിപ്പിച്ച അതേ പഠനം നിന്റെ കുടുംബവും ദേവാലയമായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കുടുംബത്തിലും ദൈവിക മൂല്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ദൈവിക സ്വഭാവം ആവശ്യമുള്ളവന് ആവശ്യമുള്ളതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ വാത്സല്യവും കരുത്തലും എല്ലാം നീ എത്തിക്കുക എന്നുള്ളതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിച്ച് ആ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോഴും ധനഹാകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒക്കെ, ആ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ നമുക്ക് നൽകുന്ന ഈ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് കർത്താവിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നവരും
അതുപോലെ കർത്താവ് നൽകുന്ന സൗഖ്യ ആശ്വാസ കർമ്മത്തിലേക്ക്, അല്ലെങ്കിൽ ആ പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ഹിതം പ്രകാരം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട്, അതും കുടുംബത്തിൽ തന്നെ ആരംഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിലായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും